UDF ഭരിക്കുന്ന കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ താൽക്കാലിക വാച്ചർ നിയമനത്തിൽ ക്രമക്കേടെന്ന ആരോപണവുമായി BJP രംഗത്ത്. ഭരണസമിതിയുടെ ഇഷ്ടക്കാർക്ക് നിയമനം നൽകാൻ വേണ്ടി പ്രദേശം ഉൾപ്പെടുന്ന വാർഡിലെ പഞ്ചായത്ത് അംഗത്തെ നിയമനം അറിയിച്ചില്ല. ജോലി പൂഞ്ചോല ആദിവാസി ഉന്നതിയിലെ ഒരാൾക്ക് നൽകണമെന്ന് BJP. പഞ്ചായത്ത് നൽകിയ പട്ടികയിൽ നിന്നാണ് 4 പേർക്ക് നിയമനം നൽകിയതെന്ന് വനം വകുപ്പ്. എനിക്ക് വേണമെന്നോ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആർക്കും വേണമെന്നല്ല. ST/SC മേഖല ഉൾപ്പെടുന്ന ഞങ്ങളുടെ വാർഡിലെ ST വിഭാഗത്തിൽപ്പെട്ട നാടിനെയും മണ്ണിനെയും കാടിനെയും അറിയുന്ന അവരിൽ ഒരാൾ നല്ല രീതിയിൽ മുന്നോട്ട് പണി എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അവിടെ. അതിനകത്ത് ഒരാളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കാണ് ഒരു ജോലി കൊടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അർഹതപ്പെട്ടവന് വേണമായിരുന്നു ഈ ജോലി കൊടുക്കാൻ. ഇത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ഉങ്ക് മൂലം, അവരുടെ ദ്രാഷ്ട്യം മൂലം, അവരാണ് വലുത് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അത് അവർ മുന്നോട്ട് കൊണ്ടുപോകണേ. അതിനെതിരെ ഇതിനൊരു തീരുമാനം 4 ദിവസത്തിനുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഉപരോധിച്ച് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഈ ഭരണസമിതിയല്ല, ഏത് ഭരണസമിതി ഇരുന്നാലും നല്ല കാര്യം ചെയ്താൽ നല്ലതാണെന്ന് പറഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് തന്നെ പോകും. ജനവാസ മേഖലയിലേക്ക് വന്യമൃഗശല്യം തടയുന്നതിനായി കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ പൂഞ്ചോല, ഇരുമ്പകച്ചോല മേഖലകളിലെ തൂക്കുവേലിയുടെ അറ്റകുറ്റപ്പണികൾക്കായാണ് 4 പേരെ നിയമിച്ചത്. 7,27,000 രൂപയാണ് ഇതിനായി പഞ്ചായത്ത് വക മാറ്റിയിട്ടുള്ളത്. ഇക്കാര്യം ഭരണസമിതിയിൽ ചർച്ച ചെയ്തെങ്കിലും ആരെയാണ് നിയമിക്കുന്നതെന്ന് ഭരണസമിതി അറിയിച്ചിട്ടില്ലെന്ന് പൂഞ്ചോല പഞ്ചായത്ത് അംഗം KR രമ പറഞ്ഞു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ 7ാം വാർഡിൽ നമ്മൾ ഫെൻസിങ്ങിന് ആളെ നിയമിച്ചതിൽ ബോർഡ് കൂടിയിട്ട് ആളെ നിയമിച്ചു, 4 പേരെ നിയമിച്ചിരുന്നു. അതിന് ഫണ്ടും കാര്യങ്ങളും ചർച്ച ചെയ്തു. പക്ഷേ ആരെയാണ് എന്താണെന്നുള്ളത് ഉള്ള കൃത്യമായിട്ടുള്ള വിവരം അവിടെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവരെ വർക്ക് തുടങ്ങുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അവിടെയുള്ള മെമ്പറെ ഒന്ന് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഭരണസമിതിക്ക് ഉണ്ട്. പക്ഷെ അവരത് വാർഡ് മെമ്പറെയോ മറ്റുള്ള രാഷ്ട്രീയക്കാരെ ആരെയും അറിയിച്ചിരുന്നില്ല. അതുപോലെ തന്നെ നമുക്കൊരു ഉന്നതി, നമുക്കൊരാൾക്ക് ഒരു ജോലി കിട്ടുന്ന ആ ഒരു സാഹചര്യം അവിടെ ഒഴിവാക്കി പോവുകയാണ് ചെയ്തത്. പഞ്ചായത്ത് ഭരണസമിതി നൽകിയ പട്ടികയിൽ നിന്നാണ് താൽക്കാലിക നിയമനം നടത്തിയത്. മാസം 15,000 രൂപയാണ് വാച്ചർമാർക്ക് വേതനമായി നൽകുന്നത്. വേതനത്തിനുള്ള തുക വനംവകുപ്പിന് പഞ്ചായത്ത് നൽകുമെന്നും വനംവകുപ്പ് അറിയിച്ചു. വാച്ചർമാരെ നിയമിച്ചതിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്നും നടപടിക്രമങ്ങൾ പാലിക്കാതെ ഭരണസമിതിയുടെ ആളുകളെ തിരികെ കയറ്റിയെന്നും BJP നേതാവ് ജോബി പൂഞ്ചോല പറഞ്ഞു. തങ്ങൾ വേണമെന്നില്ല. പൂഞ്ചോല, പാങ്ങോട് ആദിവാസി ഉന്നതിയിൽ നിന്ന് ഒരാളെയെങ്കിലും പരിഗണിക്കണം. പുതിയ ഭരണസമിതി വരികയും വാർഡ് മെമ്പർ BJPയുടെ 7ാം വാർഡിൽ പുതിയ വാർഡ് മെമ്പർ വരുന്നതിന് ശേഷം ഞങ്ങൾ ഒരു ഗ്രാമസഭ കൂടിയും ആ ഗ്രാമസഭയിൽ ആദ്യം ഈ ഹാങ്ങിങ് ഫെൻസിങ് പഞ്ചായത്തിൽ നിന്നും വാച്ചർമാരെ വെക്കണമെന്ന് ഉന്നയിച്ച ഒരു വാർഡ് കാഞ്ഞിരപ്പുഴ 7ാം വാർഡാണ്. ആ അടിസ്ഥാനത്തിൽ അന്നത്തെ വൈസ് പ്രസിഡന്റ് അരുണൊക്കെ പറഞ്ഞിരുന്നു, എന്തായാലും നമുക്കതിന് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞു. അവരുടെ തീരുമാനം നല്ല തീരുമാനങ്ങളായിരുന്നു. അവർ നല്ലൊരു ഫണ്ട് വെച്ചു. 7,75,000 രൂപ 20,000 രൂപ വെച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. 7,20,000 രൂപ ഫണ്ട് വെക്കുകയും നമുക്ക് 4 പേരെ നിയമിക്കാൻ, അതായത് 7ാം വാർഡും 8ാം വാർഡിൽ ഈ 2 പേരെ നിയമിക്കാം എന്നുള്ളത് അറിയിക്കുകയും ചെയ്തു എന്നാണ് മെമ്പർ പറഞ്ഞത്. അതിനുശേഷം ഇവിടെ നിയമിച്ച ഒരു ആളെക്കുറിച്ചും ഈ വാർഡ് മെമ്പറെ അറിയിക്കേണ്ട ഒരു കടമയുണ്ട്. ഇന്ന് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് 7ാം വാർഡിലെ മെമ്പർ BJPയുടെ ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണല്ലോ, ആ വാർഡ് മെമ്പർക്കാണ് അവിടുത്തെ സ്ഥാനമാനങ്ങൾ. അവരെ അറിയിച്ചുകൊണ്ട് വേണമായിരുന്നു ഇത് ചെയ്യാൻ. നിയമനം സംബന്ധിച്ച് അറിയിപ്പോ പരസ്യമോ നൽകാതെ പഞ്ചായത്ത് ഭരണസമിതി ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നും ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി BJP മുന്നോട്ട് പോകുമെന്നും അനൂപ് പാലക്കൽ പറഞ്ഞു. ഒരു പരസ്യം ചെയ്യേ, ഈ 4 നിയമിക്കുന്നതിൽ ഒരു പരസ്യം ചെയ്യേ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ ഈ ഭരണസമിതി അവരുടെ ആളുകളെ ചുരുക്കിയേറ്റുകയാണ് ചെയ്തത്. പിന്നെ അതുകൂടാതെ ഈ പാങ്ങോട് മുതൽ പൂഞ്ചോല, ഓടക്കുന്ന് ഈ വനാതിർത്തികൾ മൊത്തം 7ാം വാർഡ് പൂഞ്ചോല BJPയുടെ മെമ്പറാണ്. ഈ മെമ്പറെ ഒന്ന് അറിയിക്കുകയെ അത് അറിയിക്കാതെ ആ ഭാഗത്തെ ഭരണസമിതിയുടെ ആളുകളെ ചുരുക്കിയേറ്റിരിക്കുന്നു. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വം അതിശക്തമായ സമരങ്ങൾ ഈ പഞ്ചായത്തിൽ ഉപരോധം അടക്കമുള്ള സമരങ്ങൾ നടത്തുമെന്നും ഈ അവസരത്തിൽ പറഞ്ഞു. പ്രദീപ്, ഷൈജു, കൊടുന്നാട്ടുകുന്നേൽ എന്നിവർ പങ്കെടുത്തു. തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലമ്പുലാശ്ശേരി.